ഹിന്ദു മഹാസഭയുടെ ഫോർമേഷൻ 1915 ഹിന്ദു മഹാസഭയുടെ ഫോർമേഷൻ നടക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കാം. 1909 പഞ്ചാബ് ഹിന്ദു മഹാസഭ ഫോം ചെയ്യുന്നുണ്ട്. ആരാണ്? UN മുഖർജിയും ലാൽ ചന്ദ്രയുമാണ് പഞ്ചാബ് ഹിന്ദു മഹാസഭ ഫോം ചെയ്യുന്നത്. 1909 പഞ്ചാബ് ഹിന്ദുസഭ ഫോം ചെയ്ത വ്യക്തികൾ UN മുഖർജി, ലാൽ ചന്ദ്ര. 1915 ആവുമ്പം മഹാരാജ കാസിം ബസാറിന്റെ നേതൃത്വത്തിൽ, ആരാണ്? മഹാരാജ കാസിം ബസാറിന്റെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്നു. അപ്പൊ 1909 പഞ്ചാബ് ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്നുണ്ട്. 1915 ആകുമ്പം ഓൾ ഇന്ത്യ ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്നുണ്ട്. 1923 ആയപ്പോൾ, 1923 ആയപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവരുടെ എയിമിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാകുന്നു. മുസ്ലിംസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും മുസ്ലിംസിനെ എക്സ്പെല് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. അതേപോലെ ഹിന്ദുരാഷ്ട്രം എന്ന കൺസെപ്റ്റ് ഇവർ ഫോം ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം മെയിൻ ആയിട്ടും ഹിന്ദുരാഷ്ട്ര എന്ന കൺസെപ്റ്റ്, ഹിന്ദു മിത്തോളജി ആയിട്ട് ബേസ് ചെയ്തൊരു രാഷ്ട്രത്തിന്റെ കൺസെപ്റ്റിൽ എന്തെത്തുന്നു? ഹിന്ദു മഹാസഭ എത്തുന്നു. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ്, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിരുന്നു ലാലാ ലജ്പത് റോയ്, മദൻ മോഹൻ മാളവ്യ, NC ഖേൽക്കർ. ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരൊക്കെ ഹിന്ദു മഹാസഭയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഏത് വർഷം? 1938 ഇവർ ഹിന്ദു മഹാസഭയിൽ ജോയിൻ ചെയ്യുന്നു. ഇനി ഹിന്ദു മഹാസഭയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് RSSുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പ്രവർത്തിച്ച നമ്മുടെ ആൻഡമാൻ നിക്കോബറിലെ ജയിലിൽ കുറേ വർഷങ്ങൾ കാലാപാനി ജയിലിൽ ഒരു നരകയാതന അനുഭവിച്ച ഒരു വ്യക്തിയാണ് VD സവർക്കർ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആകുന്നു. ഒരു ഹിന്ദു രാഷ്ട്ര എന്നൊരു ഐഡിയ എന്ന് പറയുന്നത് തന്നെ VD സവർക്കറുടെ സംഭാവനയാണ്. ഇത്രയും കാര്യങ്ങൾ ഹിന്ദു മഹാസഭയായിട്ട് ഓർത്തു വെക്കുക. ഇനി അതിനുശേഷം 1925 ഹെഡ്ഗാവറിന്റെ നേതൃത്വത്തിൽ RSS, രാഷ്ട്രീയ സ്വയം സേവക് സംഘം, RSS എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നു. ഈ ഹെഡ്ഗാവർ എങ്ങനെയാണ്? അദ്ദേഹം മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, ഡോക്ടർ ജി. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡോക്ടർ ജി എന്ന പേരിലും പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഹെഡ്ഗാവർ. ഈ RSS 1925 രൂപീകരിക്കുന്നത്. എവിടെയാണ് രൂപീകരിക്കപ്പെടുന്നത്? നാഗ്പൂരിലാണ് രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി സവർക്കറിന് ശേഷം ശ്യാമപ്രസാദ് മുഖർജിയാണ് എന്തിന്റെ പ്രസിഡന്റ് ആകുന്നത്? ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആകുന്നത്. അപ്പൊ ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്നത്, ഓൾ ഇന്ത്യ ഹിന്ദു മഹാസഭ 1915 രൂപീകരിക്കുന്നത്. 1923 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? അവർ മുസ്ലിംസിന് എഗൈൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ലാലാ ലജ്പത് റോയും മദൻ മോഹൻ മാളവ്യ, NC ഖേൽക്കർ ഇവരെല്ലാം എന്ത് ചെയ്യുന്നു? ഈ ഹിന്ദു മഹാസഭയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. RSS 1925 ഹെഡ്ഗാവറിന്റെ നേതൃത്വത്തിൽ എവിടെയാണ് രൂപീകരിക്കുന്നത്? നാഗ്പൂരിലാണ് രൂപീകരിക്കുന്നത്. ഹെഡ്ഗാവർ അറിയപ്പെടുന്ന പേര് ഓർത്തു വെക്കുക, ഡോക്ടർ ജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹെഡ്ഗാവർ. ഓക്കെ, ഇനി സവർക്കറിന് ശേഷം ഹിന്ദുരാഷ്ട്ര എന്ന ഒരു ഐഡിയ കൊണ്ടുവന്നത് VD സവർക്കർ ആണ്. അദ്ദേഹത്തിന് ശേഷം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയാണ് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആകുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഹോം റൂൾ മൂവ്മെന്റ്. 1916 ഹോം റൂൾ മൂവ്മെന്റ്. ആക്ച്വലി ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് സെറ്റപ്പ് ചെയ്തൊരു സംഘടനയല്ല, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് അല്ല ഹോം റൂൾ മൂവ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാർ, ഒന്ന് ബാലഗംഗാധര തിലക്, വളരെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡറാണ് ബാലഗംഗാധര തിലക്. അതുകൂടാതെ ഒരു ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. ഇവർ രണ്ടുപേരുമാണ് രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഈ ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിക്കുന്നത്. ഈ ആനി ബസന്റ് ഐറിഷ് വനിതയാണ്. അതേപോലെ ആനി ബസന്റിന്റെ ഒരു ഐഡിയോളജി ആയിരുന്നു, ഞാൻ മുൻജന്മത്തിൽ ഒരു ഇന്ത്യക്കാരിയായിരുന്നു, എൻ്റെ കർമ്മപദം ഇന്ത്യയിലാണ്. ഇങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്ന ആനി ബസന്റ് ഇന്ത്യക്ക് ഒരു സെൽഫ് ഗവൺമെന്റ്, ഒരു സെൽഫ് റൂള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ എയിം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് എവിടെ സ്ഥാപിക്കുന്നു? 1916 മദ്രാസിൽ സ്ഥാപിക്കുന്നു. സ്ഥലം ഓർത്ത് വെക്കുക,
മദ്രാസിൽ 1916 ആനി ബെസന്റ് എന്ത് ചെയ്യുന്നു? ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിക്കുന്നു. ഓക്കെ. ഇനി അതേപോലെ 1916 ഏപ്രിൽ ആയപ്പം ആര്? ബാലഗംഗാധര തിലക് ഹോം റൂൾ മൂവ്മെന്റ് എവിടെ സ്ഥാപിക്കുന്നു? പൂനെയിൽ സ്ഥാപിക്കുന്നു. അപ്പം ആനി ബെസന്റ് മദ്രാസിലും ബാലഗംഗാധര തിലക് പൂനെയിലുമായിട്ടാണ് ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിക്കുന്നത്. അതേപോലെ ബ്രാഞ്ചസ് ബേറാറിലും കർണാടകയിലും ആര് ഓപ്പൺ ചെയ്യുന്നു? ബാലഗംഗാധര തിലക് ഓപ്പൺ ചെയ്യുന്നു. ഈ മദ്രാസിൽ ആനി ബെസന്റ് ഓപ്പൺ ചെയ്ത ഹോം റൂൾ മൂവ്മെന്റിന്റെ ബ്രാഞ്ചസ് ബോംബെയിലും ഇന്ത്യയുടെ മറ്റ് പല ഏരിയാസിലും ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ്, ഇറ്റ് വാസ് നോട്ട് ഫൗണ്ടഡ് ബൈ കോൺഗ്രസ് പാർട്ടി ബട്ട് ടു കോൺഗ്രസ് ലീഡേഴ്സ് വിത്ത് സിമിലർ ഒബ്ജക്റ്റീവ്സ് ബട്ട് നോട്ട് നെസസറിലി വിത്ത് ഈച്ച് അതേഴ്സ് സപ്പോർട്ട്. അത് ഓർത്ത് വയ്ക്കുക. അവർ രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിക്കുന്നത്. ഇൻഡിവിജ്വലി ആണ് അവർ ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിക്കുന്നത്. ഇതിനു മുൻപ് അയർലൻഡിൽ ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിക്കപ്പെട്ടിരുന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് ഇന്ത്യയിൽ ബാലഗംഗാധര തിലകും ആനി ബെസന്റും ഹോം റൂൾ മൂവ്മെന്റിന് തുടക്കം കുറിക്കുന്നത്. ഓക്കെ. ഇനി ഏകദേശം 30,000-ഓളം യുവജനങ്ങളെ, പേര് നമ്പേഴ്സ് ഓർത്ത് വയ്ക്കുക, 30,000-ഓളം യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തിലകും 27,000-ഓളം യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ആനി ബെസന്റും ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിക്കുന്നത്. ഓക്കെ. ഇനി മെയിൻ എയിം എന്തായിരുന്നു? സ്വരാജ് അല്ലെങ്കിൽ സെൽഫ് ഗവൺമെന്റ് അഥവാ സെൽഫ് ഗവൺമെന്റ് ആയിരുന്നു അവരുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി അവരെന്ത് ചെയ്യുന്നു? ഈ ഹോം റൂൾ മൂവ്മെന്റ് ഭാഗമായിട്ട് ഒരുപാട് പബ്ലിക് മീറ്റിംഗ്സ് അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ പബ്ലിക് മീറ്റിംഗ്സിനെ അഡ്രസ് ചെയ്യുന്നതെല്ലാം വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ആയിരുന്നു. ജവഹർലാൽ നെഹ്റു, മുസ്ലിം ലീഗിന്റെ നേതാവായ മുഹമ്മദ് അലി ജിന്ന, മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പ്രത്യേകത എന്താണ്? ഇദ്ദേഹമാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. മൗലാന അബ്ദുൽ കലാം ആസാദ്, വല്ലഭായ് പട്ടേൽ, ഗാന്ധിജി, ഇങ്ങനെയുള്ള പ്രൊമിനന്റ് ആയിട്ടുള്ള ലീഡേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അവർ പബ്ലിക് മീറ്റിംഗ്സിനെ അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ബാലഗംഗാധര തിലക് അദ്ദേഹം 2 ന്യൂസ് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, മറാത്ത, കേസരി. അപ്പം തിലകിന്റെ 2 ന്യൂസ് പേപ്പേഴ്സ് ഓർത്ത് വെക്കുക, മറാത്ത, കേസരി. മറാത്ത ഏത് ലാംഗ്വേജിലാണ്? തിരിഞ്ഞു പോകരുത്. മറാത്ത ഇംഗ്ലീഷിലും കേസരി മറാത്തിയിലുമാണ്. ഇവർ ഏത് ലാംഗ്വേജിലാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത് SSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ലാംഗ്വേജസ് തിരിഞ്ഞു പോകരുത്. മറാത്ത എന്ന് കേൾക്കുമ്പം നമ്മൾ പെട്ടെന്ന് മറാത്തി ലാംഗ്വേജിലായിരിക്കും എന്ന് ഓർത്ത് മറാത്തി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യരുത്. മറാത്ത ഇംഗ്ലീഷിലും കേസരിയാണ് മറാത്തി ലാംഗ്വേജിൽ ഫോം ചെയ്ത ന്യൂസ് പേപ്പർ. ഓക്കെ. ആനി ബെസന്റ് 3 ന്യൂസ് പേപ്പേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. ന്യൂ ഇന്ത്യ, കോമൺവീൽ, യങ് ഇന്ത്യ. യങ് ഇന്ത്യ ഇംഗ്ലീഷിലുള്ള ന്യൂസ് പേപ്പർ ആയിരുന്നു. ഇതെല്ലാം ഈ ഹോം റൂൾ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത 1916 തന്നെയാണ് ഈ 3 ന്യൂസ് പേപ്പേഴ്സും ഫോം ചെയ്യുന്നത്. ആനി ബെസന്റ് ഫോം ചെയ്ത 3 ന്യൂസ് പേപ്പേഴ്സ് ആണ് ന്യൂ ഇന്ത്യ, കോമൺവീൽ, യങ് ഇന്ത്യ. ബാലഗംഗാധര തിലക് ഫോം ചെയ്ത ന്യൂസ് പേപ്പർ ആണ് മറാത്ത, കേസരി. മറാത്ത ഇൻ ഇംഗ്ലീഷ് ആൻഡ് കേസരി ഇൻ മറാത്തി ലാംഗ്വേജ്. ഇത് ഓർത്ത് വെക്കുക. ഇനി സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിക്കുന്നു, ബനാറസ്. ബനാറസ് ഇന്നത്തെ കാശിയാണ്. ബനാറസിൽ എന്ത് ചെയ്യുന്നു? സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിക്കുന്നു. ആരുടെയൊക്കെ നേതൃത്വത്തിൽ? ആനി ബെസന്റിന്റെയും ആർതർ റിച്ചാർഡ്സണിന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ഹിന്ദു സ്കൂൾ ബനാറസിൽ സ്ഥാപിക്കുന്നു. പിന്നീട് അത് എന്തായിട്ട് മാറി? എന്തിന്റെ പാർട്ടായിട്ട് മാറി? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് മാറി. ആരാണ് ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഫോം ചെയ്തതെന്ന് അറിയാലോ? ജോനാഥൻ ഡങ്കൻ. ആരാണ്? ജോനാഥൻ ഡങ്കൻ ആണ്. നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് ഡിങ്കൻ ഓർത്ത് വെച്ചാൽ മതി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഫോം ചെയ്യുന്നത് ജോനാഥൻ ഡങ്കൻ ആണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി വളരെ 1916 തന്നെ INCയുടെ ഹിസ്റ്ററിയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ലക്നൗ പാക്ട്. ഈ ലക്നൗ പാക്ടിന്റെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും 1907 സൂററ്റ് സ്പ്ലിറ്റിന് ശേഷം മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഒരു കരാറിൽ ഏർപ്പെടുകയും അവർ ഒന്നിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം എന്ന കരാറിൽ ഏർപ്പെടുന്ന ഒരു പാക്റ്റാണ് ലക്നൗ പാക്ട്. അതേപോലെ തന്നെ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത് ലക്നൗ സെക്ഷനിലാണ്. 1916 ലക്നൗ സെഷനിലാണ്. ലക്നൗ പാക്ട് ഇസ് എൻ എഗ്രിമെന്റ് റീച്ച്ഡ് ബിറ്റ്വീൻ ദ മോഡറേറ്റ്, എക്സ്ട്രീമിസ്റ്റ് ആൻഡ് ദ മുസ്ലിം ലീഗ്. ആരൊക്കെയായിരുന്നു? മോഡറേറ്റ്സ് ഉണ്ടായിരുന്നു, എക്സ്ട്രീമിസ്റ്റും മുസ്ലിം ലീഗും ഒന്നിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കരാറാണ് ലക്നൗ പാക്ട്.
പാക്ട്. ഓക്കെ, ലക്നൌവിലായിരുന്നു. അപ്പം ആ INCയുടെ ലക്നൗ സെഷന്റെ ചെയർപേഴ്സൺ ആരായിരുന്നു? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, AC മജുംദാർ ആയിരുന്നു. ഇനി മുഹമ്മദ് അലി ജിന്നയുടെ ശ്രമഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ധാരണയിലെത്തുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി ഈ ഒരു ലക്നൗ സെഷന് മറ്റൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് 1916 ലക്നൗ സെഷനിൽ വെച്ചിട്ടാണ്. ഇത് വളരെ ചരിത്രപരമായി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സെഷനാണ് 1916 ലക്നൗ സെഷൻ. ഓക്കെ, ഇനി ഈ ലക്നൗ പാക്ട് ആരൊക്കെ തമ്മിലാണ് സൈൻ ചെയ്യുന്നത്? ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയും തമ്മിലാണ്. ആരൊക്കെ തമ്മിലാണ്? ബാലഗംഗാധര തിലക്, മുഹമ്മദ് അലി ജിന്നയും തമ്മിലാണ് ലക്നൗ പാക്ട് സൈൻ ചെയ്യുന്നത്. ഇനി ഗാന്ധിയൻ ഫേസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ എക്സ്ട്രീമിസ്റ്റ് ഫേസും മോഡറേറ്റ് ഫേസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയാണ് ഗാന്ധിയൻ ഫേസ് വരുന്നത്. മഹാത്മാഗാന്ധി 1893 എന്ത് ചെയ്യുന്നു? സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം തിരികെ വരികയാണ്, ഇന്ത്യയിലേക്ക് തിരികെ വരികയാണ്. 1915 ഗാന്ധിജി എവിടേക്ക് തിരികെ വരുന്നത്? ഇന്ത്യയിലേക്ക് തിരികെ വരുന്നത്. ഗാന്ധിജി ഇന്ത്യയിലേക്ക് 9th ജാനുവരി 1915 ഇന്ത്യയിലേക്ക് തിരികെ വരുന്നു. അത് നമ്മൾ ഏത് ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത് ഇന്ത്യക്കാര്? പ്രവാസി ഭാരതീയ ദിവസമായിട്ടാണ് ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള റിട്ടേൺ ആഘോഷിക്കുന്നത്. പ്രവാസി ഭാരതീയ ദിവസം എന്നാണ് ജനുവരി 9th. 2011 മുതലാണ് നമ്മൾ ഇന്ത്യൻ സർക്കാർ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ജനുവരി 9 ആഘോഷിക്കാൻ തുടങ്ങിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്ന് മുതലാണ്? 2011 മുതലാണ് പ്രവാസി ഭാരതീയ ദിവസം ആഘോഷിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഇനി 1915 മുതൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരു എന്ന് പറയുന്നത്. അപ്പം ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയെ ഉപദേശിക്കുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഇന്ത്യയുടെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ സഞ്ചരിച്ച് ഇന്ത്യയിലെ ആ സമയത്ത് നിലനിൽക്കുന്ന കാര്യങ്ങൾ, പോവേർട്ടി, അതേപോലെ ബ്രിട്ടീഷ് ചൂഷണങ്ങൾ, ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ഗോഖലെ ഗാന്ധിജിയെ ഉപദേശിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് 1915 മുതൽ 16 വരെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം ഒരു കോൺഗ്രസ് സെഷൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് 1901 കൽക്കട്ട സെഷൻ ആണ്. ഇത് ഓർത്തു വെക്കുക. നിങ്ങൾ ഓർത്തു വെക്കുക, 1893 അദ്ദേഹം ഇന്ത്യ വിട്ടു പോകുന്നുണ്ട്. അതിനുശേഷം 1901 കൽക്കട്ട സെഷൻ അദ്ദേഹം കൽക്കട്ടയിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത്, ആ പ്രവാസ ജീവിതം ഉപേക്ഷിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന വർഷമാണ് 1915 9th ജാനുവരി. ഓക്കെ, ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി 1901 കൽക്കട്ട സെഷന്റെ പ്രസിഡന്റ് ആരാണെന്നും കൂടി ഒന്ന് ഓർത്തു വെക്കുക. ദിൻഷാ ഇ വാച്ച. ദിൻഷാ ഇ വാച്ച, ഈ പേര് നിങ്ങൾ ഓർത്തു വെക്കുക. ദിൻഷാ ഇ വാച്ച 1901 കൽക്കട്ട സെഷന്റെ പ്രസിഡന്റ് ദിൻഷാ ഇ വാച്ച. ഇനി അദ്ദേഹം വന്നതിന് ശേഷം ഇന്ത്യയിലേക്ക് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് 1915 വന്നതിന് ശേഷം ആദ്യത്തെ ഒരു കോൺഗ്രസ് സെഷൻ അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നത് 1915 കോൺഗ്രസ് സെഷനാണ്. SP സിൻഹയുടെ നേതൃത്വത്തിലുള്ള, അദ്ദേഹത്തിന്റെ പേര് ഓർത്ത് വയ്ക്കുക, SP സിൻഹ. ബോംബെയിൽ SP സിൻഹ പ്രസിഡന്റ് ആയിട്ടുള്ള കോൺഗ്രസ് സെഷനാണ്. ഓക്കെ, ഇനി അദ്ദേഹം, ഞാൻ ഓൾറെഡി പറഞ്ഞൊരു പോയിന്റ് ആണ്, 1924 ബെൽഗാം സെഷനിൽ ആ ഒരു ഒറ്റ സെഷനിലാണ് ഗാന്ധിജി INC പ്രസിഡന്റ് ആയിരുന്നത്. ഇനി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം, അതേപോലെ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ഖേദ സത്യാഗ്രഹം. നമുക്ക് ഇതിൽ ഓരോ സത്യാഗ്രഹത്തിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് നോക്കാം. വർഷം 1917 അദ്ദേഹം 15 ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. 1917 ആദ്യമായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നു. ഈ ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു ഗ്രാമമാണ്. അപ്പം അവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഇൻഡിഗോ കൾട്ടിവേഷൻ ആണ്. എന്നാൽ അവിടെ നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ്. അപ്പം ബ്രിട്ടീഷുകാർക്ക് അവരുടെ നീഡ്സിന് വേണ്ടിയിട്ടും അവരുടെ ഡ്രസ്സിൻ്റെയൊക്കെ മേക്കിങ്ങിന് വേണ്ടിയിട്ടും നീഡ്സിന് വേണ്ടിയിട്ടും
ഇന്ത്യക്കാരെ ഫോഴ്സ്ഫുള്ളി ആണ് അവര് എന്ത് ചെയ്യുന്നത്, ഇൻഡിഗോ കൾട്ടിവേഷനിലേക്ക് കൊണ്ടുവന്നത്. നീലം കർഷകർ എന്നൊക്കെ പറയും. ഓക്കെ, നീലം കൃഷി എന്നൊക്കെ പറയും. നീലം കർഷക കൃഷിയിലേക്ക് ഇവരെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരുന്നു. എന്നിട്ട് അവര് തന്നെ വിലയിടും, ബ്രിട്ടീഷുകാർ തന്നെ ഒരു വിലയിടും. അതേപോലെ ഒരു ഏറ്റവും നല്ല ഭാഗത്ത്, ഏറ്റവും ഫലഭൂഷ്ടിയായ ഭാഗത്ത് കമ്പൽസറി ആയിട്ടും എന്തേ പാടുള്ളൂ, ഇൻഡിഗോ കൾട്ടിവേഷനെ പാടുള്ളൂ. ഇതിന്റെയൊക്കെ ഫലമായിട്ട് അവർക്ക്, ഇൻഡിഗോ കർഷകർക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കുകയും അവർക്ക് ഈ ഫോഴ്സ് സഹിക്കാൻ പറ്റാതെ, എന്തായാലും ഇൻഡിഗോ കൾട്ടിവേഷൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ഫോഴ്സ് സഹിക്കാതെ അവരവരുടെ കുറേ കർഷകർ അവരുടെ തള്ളവിരൽ മുറിച്ച് കളയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഫേസിലേക്കാണ് ഗാന്ധിജി കടന്നു വരുന്നത്. അപ്പൊ ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തിയതറിഞ്ഞ് ഒരു ബീഹാറിലെ ഈ ചമ്പാരനിലെ ഒരു സാധാരണ കർഷകരാണ് രാജ്കുമാർ ശുക്ല. ഈ പേര് ഓർത്തു വെക്കുക, രാജ്കുമാർ ശുക്ല. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഗാന്ധിജിയെ നേരിൽ പോയി കണ്ട് അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അവതരിപ്പിച്ച് അദ്ദേഹത്തിനെ ചമ്പാരനിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ചമ്പാരനിലേക്ക് വരുന്നു. പിന്നെ ആരൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അനുഗ്രഹ നരൈൻ സിൻഹ, ഭുലാഭായ് ദേശായി, നരഹരി പരീഖ്, JB കൃപലാനി. ഈ പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കുക. ചമ്പാരനിലേക്ക് വരുന്നു, അദ്ദേഹം ആദ്യത്തെ സത്യാഗ്രഹം കണ്ടക്ട് ചെയ്യുന്നു. ഇതാണ് ചമ്പാരൻ സത്യാഗ്രഹം. അപ്പം ഇൻഡിഗോ കർഷകർക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹമായിരുന്നു ഏത്, സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ആണല്ലോ. അദ്ദേഹത്തിനെ ചമ്പാരനിലേക്ക് ക്ഷണിച്ച വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല. അതിനുശേഷം ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത സമരം ഏതാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാം, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. ഈ പേര് ഓർത്ത് വെക്കുക, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. പ്ലേഗ് ബോണസുമായിട്ട് ബന്ധപ്പെട്ടാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് നടക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഖേദ സത്യാഗ്രഹത്തിനെ കുറിച്ചാണ്. ഓക്കെ, ഖേദ സത്യാഗ്രഹം ഏത് വർഷമാണ്, ഖേദ സത്യാഗ്രഹത്തിന്റെ ഇയർ ഏതാണെന്ന് ചോദിച്ചാൽ 1918 ഖേദ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ നടക്കുന്നത്. ഖേദ എന്ന് പറയുന്നത് ഇന്നത്തെ ഗുജറാത്തിലെ ഒരു ഗ്രാമമാണ് ഖേദ. അപ്പം ഖേദ സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ട് നടന്നതാണെന്ന് ചോദിച്ചാൽ, ഈ ഖേദ എന്ന് പറയുന്ന ഗ്രാമത്തില് ഹയർ ടാക്സ് ആയിരുന്നു ബ്രിട്ടീഷ് അതോറിറ്റീസ് ഇമ്പോസ് ചെയ്തിരുന്നത്. അപ്പം അവിടെ ഈ വരൾച്ചയും അതേപോലെ വരൾച്ചയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ മൂലം ക്രോപ്പ് ഫെയിലിയർ നിരന്തരമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല, അതിന് ആനുപാതികമായിട്ട് അവരുടെ ടാക്സിൽ റിഡക്ഷൻ വരുത്തുന്നില്ല. അപ്പം എന്ത് ചെയ്യും, ഈ പെസൻസും ഫാമേഴ്സും എല്ലാം അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യും. അതിന്റെ നേതൃത്വത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഗാന്ധിജി വരുന്നുണ്ട്. ഗാന്ധിജിയോടൊപ്പം തന്നെ മറ്റു 2 വ്യക്തികളും കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും. 2 പേരായിരുന്നു ഗാന്ധിജിയോടൊപ്പം ഖേദ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് വല്ലഭായ് പട്ടേല്, 2 ഇന്ദുലാൽ യാഗ്നിക്. അവരെന്ത് ചെയ്യുന്നു, ഗാന്ധിജിയോടൊപ്പം ഖേദ എന്ന് പറയുന്ന ഗ്രാമം വിസിറ്റ് ചെയ്യുന്നു. ഇനി അവിടെ മെയിൻ ആയിട്ടുള്ള ക്രോപ്പ് എന്താണെന്ന് അറിയാമോ, ഉള്ളിയായിരുന്നു, ഉള്ളിയായിരുന്നു അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ക്രോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഉള്ളിയാണ് അവിടുത്തെ പ്രധാന കൃഷി. അപ്പൊ ഗാന്ധിജി ആഹ്വാനം ചെയ്യും, അദ്ദേഹം പറയും ബ്രിട്ടീഷുകാരുടെ നിയമത്തിന് എതിരെയായിട്ട് അവരെന്ത് ചെയ്യുക, അവരുടെ കൃഷിയിടത്തിൽ കൃഷി ചെയ്ത ഉള്ളി വിളവെടുക്കുക എന്ന് പറയും. ഗാന്ധിജിയുടെ ഈ ആഹ്വാനം കേട്ടിട്ട് ഒരു വ്യക്തിയുണ്ട്, മോഹൻലാൽ പാണ്ഡ്യ. ഈ പേര് ഓർത്ത് വെക്കുക, മോഹൻലാൽ പാണ്ഡ്യ. മോഹൻലാൽ പാണ്ഡ്യ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യും, ഉള്ളിയുടെ വിളവെടുപ്പ് നടത്തും. കൃഷിയിടത്തിൽ നിന്ന് എന്ത് ചെയ്യും, ഉള്ളിയുടെ വിളവെടുപ്പ് നടത്തും. അങ്ങനെ ഗാന്ധിജി ഇദ്ദേഹത്തിന് ഒരു പേര് സമ്മാനിക്കും, ഡഗ്ലി ചോർ. ഡഗ്ലി ചോർ എന്ന് വെച്ചാൽ ഉള്ളിക്കള്ളൻ എന്നാണ് അർത്ഥം. ഓക്കെ, ഈ പേര് ഓർത്ത് വെക്കുക. ആരെ വിശേഷിപ്പിച്ച പേരാണ്, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം അവിടുത്തെ പ്രധാന കൃഷി എന്തായിരുന്നു, ഉള്ളിയായിരുന്നു. ഈ ഖേദ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാൽ പാണ്ഡ്യ എന്ന് പറയുന്ന വ്യക്തിയെ ഗാന്ധിജി വിശേഷിപ്പിച്ച പേരാണ് ഡഗ്ലി ചോർ അഥവാ ഒണിയൻ തീഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഖേദ സത്യാഗ്രഹം എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. 1918 ഖേദ സത്യാഗ്രഹം നടക്കുന്നത്. ഖേദ എന്ന് പറയുന്ന ഗ്രാമം ഏത് സ്റ്റേറ്റിലാണ്, ഗുജറാത്തിലാണ്. അവിടുത്തെ കർഷകര്
ബ്രിട്ടീഷുകാരുടെ ഹയർ ടാക്സിനെതിരെ നടത്തിയ പ്രക്ഷോഭത്തിലേക്ക് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം വരുന്നു. അദ്ദേഹത്തിനോടൊപ്പം മറ്റ് രണ്ടുപേരുണ്ട്. രണ്ടുപേരുടെയും പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും. ഓക്കെ, ഇനി മോഹൻലാൽ പാണ്ഡ്യ ഇദ്ദേഹത്തിന്റെ ആഹ്വാനപ്രകാരം എന്ത് ചെയ്യുന്നു? ഉള്ളി കൃഷി വിളവെടുക്കുന്നു. അങ്ങനെ ഇദ്ദേഹത്തിനെ ഗാന്ധിജി വിളിക്കുന്ന പേരാണ് ദഗ്ലി ചോർ അഥവാ ഉള്ളിക്കള്ളൻ. ഓക്കെ, ഇനി നമ്മൾ വല്ലഭായ് പട്ടേൽ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇദ്ദേഹത്തിനും ഒരു വിശേഷണമുണ്ട്, സർദാർ. നമ്മൾ അദ്ദേഹത്തിനെ വിളിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ്. ഓക്കെ, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഒരു സർദാർ എന്ന ടൈറ്റിൽ കിട്ടിയത്? 1928 മറ്റൊരു സത്യാഗ്രഹം ഗുജറാത്തിൽ നടക്കുന്നുണ്ട്. അതും ബ്രിട്ടീഷുകാരുടെ ഹയർ ടാക്സ് റേറ്റിനെതിരെ നടക്കുന്ന ഒരു സമരമാണ്. അതാണ് ബർദൌളി സത്യാഗ്രഹ. ബർദൌളി സത്യാഗ്രഹ എവിടെയാണ്? അതും സെയിം സ്ഥലത്ത് തന്നെ, ഗുജറാത്തിലാണ്. സെയിം സ്റ്റേറ്റിൽ ഗുജറാത്തിൽ തന്നെയാണ് ബർദൌളി സത്യാഗ്രഹം നടക്കുന്നത്. ഓക്കെ, ഇത് വല്ലഭായ് പട്ടേലാണ് മെയിൻ ആയിട്ട് ഗാന്ധിജിയുടെ ആവശ്യപ്രകാരം ഇതിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. അവിടെ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ ബർദൌളി സമരം വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? സർദാർ എന്ന് പറയുന്ന ടൈറ്റില് ഗാന്ധിജി വല്ലഭായ് പട്ടേലിന് കൊടുക്കുന്നത്. അവിടുത്തെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 22 to 23% വളരെ കൂടുതലായിരുന്നു. എന്ത്? ബർദൌളിയിലെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. അവിടെ വരൾച്ചയും ക്ഷാമവും എല്ലാം കാരണം ക്രോപ്പ് ഫെയിലിയർ വന്നെങ്കിലും, ഈ സെയിം കാരണങ്ങൾ തന്നെയാണ്, ക്രോപ്പ് ഫെയിലിയർ വന്നെങ്കിലും എന്ത് ചെയ്യുന്നില്ല? ബ്രിട്ടീഷുകാർ ടാക്സിൽ റിഡക്ഷൻ വരുത്തുന്നില്ല. അതിനെതിരെ ബർദൌളി സമരം നടക്കുന്നു. ബർദൌളി സമരത്തിന്റെ അവിടുത്തെ സ്ത്രീകളാണ് മെയിൻ ആയിട്ടും ഇദ്ദേഹത്തിന് ആ പേര് നൽകിയത്. പിന്നെ ഗാന്ധിജി എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിന് അഡ്രസ്സ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ആൻസർ കീയിലൊക്കെ വരുന്നത്. ഏത് വർഷമാണ് ബർദൌളി സത്യാഗ്രഹം നടക്കുന്നതെന്ന് ചോദിച്ചാൽ 1928 ബർദൌളി സത്യാഗ്രഹം നടക്കുന്നത്. ഇദ്ദേഹത്തിന് മറ്റൊരു വിശേഷണം കൂടി അവിടെ വെച്ച് ലഭിക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന് എന്താണ്? ബർദൌളി ഗാന്ധി. ഈ പേരും ഓർത്ത് വെക്കുക, ബർദൌളി ഗാന്ധി. അപ്പൊ ബർദൌളി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടുപേര് പറഞ്ഞു. ദഗ്ലി ചോർ എന്നറിയപ്പെടുന്നത് ആരാണ്? മോഹൻലാൽ പാണ്ഡ്യ. അതേപോലെ സർദാർ എന്നറിയപ്പെടുന്നതും ബർദൌളി ഗാന്ധി എന്നറിയപ്പെടുന്നതും ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ.